അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയനും കൂടി ഞങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് കൂട്ടിക്കട ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമായിരുന്നു. പോയിട്ട് നമ്മൾ അവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങുന്ന ഇതിലപ്പം ഗേറ്റ് അടവുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കാര്യം മേടിക്കാനായിട്ട് കടയിലേക്ക് കയറി ഒരു സ്റ്റേഷനറി കടയായിരുന്നു, ചെറിയൊരു കടയായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് കയറിയിട്ട് ഞാനത് വാങ്ങി. അത് അപ്പം ഡ്യൂപ്ലിക്കേറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, 100% ബോധ്യമുണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കടക്കാരനത് റിട്ടേൺ ചെയ്തു. കടക്കാരൻ്റെ പേര് ഷിഹാബുദ്ദീൻ എന്നാണ്. പുള്ളിക്ക് തന്നെ അത് ഞാൻ റിട്ടേൺ ചെയ്തിട്ട് സംഭവം പുള്ളി അത് മേടിച്ച് വെച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റി റിട്ടേൺ തന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് ചേട്ടോ ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ മുഖഭാവവും കാര്യങ്ങളും എല്ലാം മാറിയായിരുന്നു. അണ്ടെന്നെ ചോദിച്ചു ഇത് നിനക്കെങ്ങനെ അറിയാം എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളത് യൂസ് ചെയ്യുന്ന കാര്യമാണ്, നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഡ്യൂപ്ലിക്കേറ്റ് ഏതാ വരുന്നതെന്ന്. അപ്പം പുള്ളി അസഭ്യം പറഞ്ഞുകൊണ്ട് എന്നാൽ നീ ഇറങ്ങിപ്പോ, വെച്ചുള്ളൊരു ചീത്ത വിളി പറഞ്ഞാൽ നീ എന്നാൽ ഇറങ്ങിപ്പോ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ പിന്നെ അവിടെ ഒന്നും പറയാൻ നിന്നില്ല. കാരണം പുള്ളിക്ക് ഏതാണ്ട് ഏജ്ഡ് ആണ്, അതായത് ഒരു 62 വയസ്സോളം, 60 മേപ്പോട്ട് വയസ്സുണ്ട് പുള്ളിക്ക്. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അവിടെ പ്രതികരിക്കാൻ, ഞാൻ ഒന്നും പറയാനോ എടുക്കാനോ ഒന്നും പോയില്ല. അപ്പം വയസ്സായവരെന്തെങ്കിലും പറയട്ടെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, കടയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ അനിയൻ്റെ അടുത്ത് വന്ന് ബുള്ളറ്റിനകത്ത് ഞാൻ കയറിയിരുന്നപ്പോൾ അനിയൻ ചോദിച്ചു എന്ത് പറ്റി മേടിച്ചില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പെട്ടെന്ന് വന്ന് മേടിച്ചില്ലേന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇല്ല, കടക്കാരെ ഇതണക്ക് ചീത്ത വിളിക്കുന്നു, അത് മാത്രമല്ല സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു അങ്ങനെ പറഞ്ഞു. എന്നാൽ ശരി, അത് ഇപ്പോൾ മിക്ക കടകളിലും ഇതൊക്കെ തന്നെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഗേറ്റ് തുറന്നിരുന്ന ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ, അപ്പം ഗേറ്റ് അടവായിരുന്നു. അപ്പോഴത്തേക്കും കടക്കാരൻ കടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇത് കണക്ക് അവിടെ നിന്നൊരു 4-5 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു സാറേ, 4-5 പേര് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ആ നിൽക്കുന്നവരുടെ അടുത്ത് കണക്ക് പുള്ളി എന്തൊക്കെയോ പറയുന്നത് ഞാൻ വണ്ടി ഇരുന്നുകൊണ്ട് കാണുവാണ് ഇതെല്ലാം. അപ്പം 4-5 പേരുടെ അടുത്ത് പറയുന്നുണ്ട്, അവിടെ നിന്ന് ചായക്കടയിൽ നിന്നൊക്കെ ആളിറങ്ങി വരുന്നുണ്ട്, അവരുടെ അടുത്തെല്ലാം ഞങ്ങളെ ചൂണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. അപ്പം ഞാൻ ഇവൻ്റെ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നമുക്ക് വണ്ടി കുറച്ചും കൂടി മുന്നിലോട്ട് വയ്ക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ കൈ കാണിച്ച് വിളിച്ചോണ്ടേയിരുന്നു ഇഞ്ഞ് വാന്ന്. ആദ്യം ഞങ്ങൾ പോകാൻ കൂട്ടാക്കില്ല. പിന്നെ അനിയൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് ചെല്ലും, നമുക്ക് എന്നാൽ ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ വണ്ടി വളച്ചു, അവരുടെ അടുത്തോട്ട് വെച്ചു. കണക്ക് അവർ കൂട്ടം കൂടി നിൽക്കുമായിരുന്നു. അതിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ എന്താ കേട്ട കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ തെറി വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. തുടക്കവേ തെറി വിളിച്ചുകൊണ്ട് അമ്മയ്ക്കും എല്ലാം തെറി പറഞ്ഞുകൊണ്ടാണ്, അസഭ്യം പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങിയപ്പം അനിയൻ ചോദിച്ചു എന്തിനാ തെറി വിളിക്കുന്നത്, നമ്മൾ പൈസ നല്ലൊരു സാധനം വാങ്ങുന്ന, അപ്പം ഇങ്ങനെ തെറി വിളിക്കേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൽ നിന്നൊരു വ്യക്തി നമ്മളെ ഈ അനിയൻ്റെ അടിക്കുമായിരുന്നു. അടിച്ചപ്പോഴത്തേക്കും ഞാൻ വണ്ടിയുടെ പിറകിലിരുന്നേ, ഞാൻ പിറകിൽ നിന്ന് ഇറങ്ങി മാറിയിട്ട് ഞാൻ ഇതണക്ക് അയാളെ പിടിച്ചു മാറ്റി. ഞാൻ പറഞ്ഞു എന്തോട്ടെ കാര്യം, നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് അടിക്കണം, അല്ല ചുമ്മാ കയറി ഇടയ്ക്ക് സംസാരിക്കരുത്, കാര്യം അറിയണമെന്ന് പറഞ്ഞു. ഞാൻ പിടിച്ച് പുള്ളി അങ്ങോട്ട് മാറ്റിയപ്പം എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് കണക്ക് നീ ആരാടാ എന്ന് പറഞ്ഞ്, നീയൊക്കെ ഇവിടെ കിടന്ന് ഷോ അല്ലടാ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പുള്ളി മാരമായിട്ട് ചീത്തയും വിളിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിൽ അടിക്കുന്നുമുണ്ട്. അടിച്ചിട്ട് ഇത് കണക്ക് നേരെ ഇവനെ പിടിച്ച് തെള്ളുവാണ്. അപ്പോഴത്തേക്കും ഞാൻ പുള്ളിയെ പിടിച്ചു മാറ്റാതെ നോക്കിയിട്ട് പുള്ളി ഒരു വിധത്തിൽ മാറുന്നില്ല, അടിച്ചോണ്ടേ ഇരിക്കും. അപ്പം ഞാൻ പുള്ളിയെ പിടിച്ചൊരു തെള്ള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പുള്ളിയെ തെള്ളിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ 4-5 പേര് ചേർന്ന് ആദ്യം ഞങ്ങളെ മർദ്ദിക്കുക. ആദ്യം ആ റോട്ടിലൊക്കെ ഇട്ട് എന്നെ റോട്ടിൽ പിടിച്ചിങ്ങനെ നല്ല രീതിയിൽ ശക്തിയോടെ തള്ളി റോട്ടിലിട്ട് അവിടെ ഇട്ടൊരു ഭയങ്കര ദയനീയമായിട്ട് അവിടെ ഇട്ട് അടിക്കുവാണ്. എനിക്കൊന്നും തിരിച്ച് നമുക്ക് താഴെ വീണുകൊണ്ടൊന്നും പ്രതികരിക്കാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. റോട്ടിലിട്ട് അതേ കണക്ക് ചവിട്ടലും തലയ്ക്കടിയും കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്കൂടി ഒരാൾ വന്ന് ഫസ്റ്റ് ഒരടി എനിക്ക് കല്ലിന് തലയ്ക്ക് തരുന്നുണ്ട്. ഞാൻ എണീക്കാൻ ശ്രമിച്ചപ്പം തലയിൽ കല്ല് വെച്ച് അടിക്കുന്നുണ്ട്, ചെങ്കല്ല് പോലത്തെ ഒരു കല്ല് വെച്ച് അടിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് അനിയൻ ഭയന്ന് ഒരു പച്ചക്കറി കടയിലോട്ട് പോലീസിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തുകൊണ്ട് ഒരു പച്ചക്കറി കടയിലോട്ട് ഓടി. അപ്പോൾ അതിലൊരു 2 പേര് എൻ്റെ അനിയനെ പിറകെ ഓട്ടിച്ച് പച്ചക്കറി കടയിൽ കയറ്റി തേങ്ങയായിട്ട് ഓടുന്നുണ്ട്. പച്ചക്കറി കടയിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് കടയുടെ ഇതിലെ കൂടി അവിടെ അനിയൻ അടിയുണ്ട്, തലയ്ക്കും മുതുകിലും എല്ലാം തേങ്ങയ്ക്ക് അടിയുണ്ട്. അപ്പം എന്നെ കല്ല് വെച്ചാണ് ആക്രമിക്കുന്നത്. എന്നിട്ട് ഞാൻ എണീറ്റിട്ട് ഞാൻ സൈഡിലോട്ട് മാറാൻ നേരത്തെ എന്നെ തെള്ളി കൊണ്ടുപോകുമായിരുന്നു. തുടക്കത്തിൽ ഒരു 6-7 പേരായിരുന്നെങ്കിൽ പിന്നെ അത് ഒരു 15-20 പേരുള്ള ഒരു സംഘമായിട്ട് അങ്ങ് മാറുമായിരുന്നു. സംഘം ചേർന്ന്, അതായത് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് തുടക്കത്തിൽ ഒരു 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4-5 പേരിൽ നിന്നും ഒരു ഗ്രൂപ്പ് കണക്ക് അവരങ്ങ് എന്തോ ഒരു ഗ്രൂപ്പ് ആവുമായിരുന്നു. രക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ സാറേ ഇതണക്ക് എന്നെ അവരടിച്ചൊരു ആളില്ലാത്ത കടയിലോട്ട് അടിച്ച് കയറ്റുവാണ്. അടിച്ച് കയറ്റിയിട്ട് അവിടെ ഇട്ട് മർദ്ദിക്കുവാണ്. അങ്ങനെ മർദ്ദിച്ചപ്പോഴാണ്
ഇത് കണക്ക് എനിക്ക് ഒരാൾ നല്ലോണം അറിയാവുന്ന ഒരാളും പിന്നെ വേറൊരാൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു. അവർ ഈ കല്ലിൻ്റെ കഷ്ണം കൊണ്ട് എനിക്ക് ഇവിടെയും അടിച്ചു. ഇവിടെ മൊത്തം സ്വെല്ലിംഗ് ആയിരുന്നു, മൊത്തം നീരായിരുന്നു. ഇവിടെയും അടി ഉണ്ടായിരുന്നു. ഇവിടെ അതിനുശേഷം അടിച്ചിട്ട് ഈ സെറ്റ് മോണ പൊട്ടിയിട്ട് ഈ സെറ്റ് ഫുള്ള് ഇത് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം ഫുള്ള് കമ്പിയാണ് അകത്ത്. ഞാൻ ഇന്നലെയാണൊന്ന് സംസാരിച്ചു തുടങ്ങി. അതാണ് ഒരു ന്യൂസ് ചാനലിന് മുമ്പ് നമുക്ക് വരാൻ പറ്റാനത്. കാരണം 2 ദിവസം അവിടെ അഡ്മിറ്റ്, 2.5-3 ദിവസത്തോളം അഡ്മിറ്റ് ആയിരുന്നു. അതെ. അപ്പം തക്ക സമയത്ത് അനിയൻ ഫോൺ കൊള്ളുന്നതിൻ്റെ ഇടയ്ക്ക് അനിയൻ പോലീസിനെ വിളിക്കുന്നുണ്ട്, കൺട്രോൾ റൂമിൽ വിളിക്കുന്നുണ്ട്. കൺട്രോൾ റൂമിൽ വിളിച്ച് ഫോണല്ലാപ്പോഴത്തേക്ക് അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞവർ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൺട്രോൾ റൂമിൽ നിന്ന് ഫോൺ വിളിച്ചൊരു 10 നിമിഷത്തിനകം തന്നെ മയ്യനാട് ഭാഗത്ത് അവിടെ വേണ്ട പെട്രോളിംഗ് നടക്കുന്ന ഒരു ജീപ്പ് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി നമ്മളെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുമായിരുന്നു. പോലീസ് കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് നമുക്ക് ജീവൻ അപകടമൊന്നുമില്ലാതെ ആശുപത്രിയിലേക്ക് മാറ്റിയത് പോലീസാണ്. പോലീസ് അവിടെ പരമാവധി നമ്മളെ ഹെൽപ്പ് ചെയ്തു. പോലീസ് വന്ന് നല്ലൊരു ഇടപെടൽ അവിടെ നടത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ ജീവന് തന്നെ അപകടമായേനെ. കാരണം പോലീസ് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് ആ സംഭവം അറിഞ്ഞ് അന്ന് തന്നെ അതിന്റെ പിറ്റേന്നൊക്കെ ആയപ്പോഴത്തേക്കും ACP സാറ് വിളിക്കുകയും ACP സാറ് വന്ന് കാണുകയും എടുക്കുകയും എല്ലാം ചെയ്തായിരുന്നു. സൈനികൻ കൂടെയാണല്ലോ. അവിടുത്തെ ഭാഗത്ത് നിന്ന് എന്താണ് അവർ പറയുന്നത്? കാര്യം 30-ാം തീയതി പോകാനൊക്കെ 30-ാം തീയതി ഞാനിപ്പം ലീവ് കഴിഞ്ഞ് പോകാൻ വേണ്ടി നിന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ എനിക്കത് പോകാൻ പറ്റത്തില്ല ഈ ഒരു കണ്ടീഷനിൽ. കാരണം വേറൊന്നുമില്ല, എനിക്ക് ഫുഡ് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ല. അപ്പം ഫുഡ് കഴിക്കാനോ വേറുള്ള കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല, എനിക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമുക്കത് ഭയങ്കര പാടാണ്. മോണ ഫുള്ള് ഇവിടെ ഫ്രാക്ചറായിട്ട് എല്ലാം ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട് താഴോട്ട്. 8 ആഴ്ച കമ്പി ഇടണം. അപ്പം ഞാൻ യൂണിറ്റിൽ അറിയിച്ചിട്ട് അവർ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടാതിരിക്കത്തില്ല. എന്തായാലും അവസ്ഥ പറഞ്ഞ് എല്ലാം അയച്ചു. യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടാണ്. യൂണിറ്റിൽ നിന്ന് ഇപ്പം ലെറ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കേസുമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേസുമായിട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. നാളെ ഇപ്പം എനിക്ക് വന്നൊരവസ്ഥ നാളെ ഇപ്പം വേറൊരാൾക്ക് വരാൻ പാടില്ല. അതായത് ഇപ്പം എൻ്റെ അച്ഛനായാലോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആർക്ക് ഇപ്പം അച്ഛനെന്നല്ല, അതായത് ഇപ്പം വരുന്ന ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ എന്തായാലും ഉണ്ടാവാൻ പാടില്ല. അത് കാരണം അത് അത്ര ഭയാനകമായിരുന്നു അവിടുത്തെ അവസ്ഥ. കാരണം ആ സമയത്ത് അവർക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് അവർ എവിടുന്നൊക്കെയോ അത് മനസ്സിലാക്കി അതറിഞ്ഞപ്പോഴത്തേക്കും അവരവിടുത്തെ CCTV എല്ലാം നശിപ്പിക്കുമായിരുന്നു എന്ന് ഞാൻ പിന്നെ കേട്ടിരുന്നു. അത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പട്ടാളക്കാരനെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും CCTV കാര്യങ്ങളെല്ലാം നശിപ്പിച്ചു. ബാക്കി എൻ്റെ ബ്ലഡ് കാര്യങ്ങളെല്ലാം അവിടുന്ന് കഴുകി മാറ്റി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് അമീൻ ഷാ എന്നാണ്, ഫുൾ പേര് അമീൻ ഷാ S എന്നാണ്. അപ്പം ഇതിൽ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇത് കേസുമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകും. കാരണം ഈ ഒരു അവസ്ഥ നാളെ എനിക്കെന്നല്ല, അത് ആർക്കും ഉണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോലുള്ള ആർക്കും അത് ഉണ്ടാവാൻ പാടില്ല ഈ ഒരു അവസ്ഥ. എനിക്ക് അത്രേ ഉള്ളൂ. അത്രയ്ക്കും ഒരു UP, ബീഹാർ ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ TV കണ്ടിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു അവസ്ഥ ഞാൻ നേരിടുന്നത് തന്നെ ഇത് ആദ്യമായിട്ടാണ്. അതാണ്.